ഇത് അഗ്ന്യാസ്ത്രയാണ്. പേര് പോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ പുഴുക്കളൊന്നും നിശേഷം മാറും. അപ്പൊ നമ്മള് എന്താണ് ഇന്ന് തയ്യാറാക്കാൻ പോണത്? അഗ്ന്യാസ്ത്രം. പേര് പോലെ തന്നെ അല്ലെ, അഗ്ന്യാസ്ത്രം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആ കീടങ്ങളെ നശിപ്പിക്കാനുള്ള ആ ഒരു പവറൊക്കെ ഉണ്ട്. നമ്മളിവിടെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ കാണുമ്പോ തന്നെ നമുക്കറിയാം. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഇതിപ്പോ നമ്മളിവിടെ എടുത്തു വെച്ചേക്കണത് 1/2 ലിറ്റർ ഗോമൂത്രം, 250 ഗ്രാം ആര്യവേപ്പില, 50 ഗ്രാം പുകയില, 25 ഗ്രാം പച്ചമുളകും വെളുത്തുള്ളിയും. അപ്പൊ ഈ അളവൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാല് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അളവ് കൃത്യമായെങ്കിൽ മാത്രമാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അത് ഇതൊക്കെ ഉണ്ടാക്കി ഡൈലൂട്ടൊക്കെ ചെയ്യണമല്ലോ അല്ലെ. അപ്പൊ ഡൈലൂട്ടൊക്കെ ചെയ്യേണ്ട കാരണം ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ആ അളവിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മോളിനി പറഞ്ഞു. അപ്പൊ നമ്മളിതിനെ വേവിക്കണം അല്ലേ? വേവിക്കണം. ഇത് നമുക്ക് വേവിച്ചിട്ടാണ് ആക്കുക. അപ്പൊ നമുക്ക് അടുപ്പിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മള് ഇൻഡക്ഷൻ കുക്കറിലാണ് അത് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ വേവിക്കാൻ വെക്കുന്ന നമുക്ക് ഇങ്ങനെയാണുള്ള ഒരു പാത്രം എന്ന് വെച്ചാല് ആ പാത്രം എടുത്തു, അതിലോട്ട് നമ്മള് ഗോമൂത്രം അല്ലെ, ഗോമൂത്രം ചേർത്തു. നമ്മൾ പറഞ്ഞു വെച്ച ബാക്കി സാധനങ്ങളെല്ലാം ഇടുക. അതായത് ഇതിപ്പോ ആര്യവേപ്പില കട്ട് ചെയ്തിട്ട് തന്നെ ഇടണം, അല്ലെങ്കിൽ അരച്ചിടുന്നത് കുറച്ചുകൂടി നല്ലത്. പൊടിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഒന്ന് ചതച്ചിടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പക്ഷെ നമുക്കത് ചതയ്ക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ നഴ്സറിയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിപ്പം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇടാണ്. അപ്പൊ അത് നമ്മള് അതേ ആര്യവേപ്പിന്റെ എല്ലാം ആദ്യം കട്ട് ചെയ്തിട്ടു. പിന്നെ ഇതേ നമ്മള് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതയ്ക്കണത് വളരെ നല്ലതാണ്. അത് ചതച്ചിട്ട് ഇടുക. ഇത് പിന്നെ ചതയ്ക്കണം എന്നില്ല, നമ്മുടെ മിക്സി കേടാവും. ഇത് ഇതേപോലെ തന്നെ പുകയില കട്ട് ചെയ്തിട്ടാൽ മതി. ബാക്കിയൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇടുക. ഇനി നമ്മള് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് പകുതി അളവാവുന്ന വരെ നമ്മൾ ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം. അപ്പൊ നമുക്കിത് ഇളക്കി ഇതാക്കി കത്തിച്ചതിന് ശേഷം ഇത് പകുതി അളവാവണം. അപ്പൊ ഇത് പകുതി അളവാവണ വരയ്ക്കും നമുക്ക് ഇളക്കി കറക്റ്റ് ചെയ്ത് ആക്കണം കേട്ടോ. ഇതിപ്പോ പകുതി അളവിലായിട്ടുണ്ട്. ഇനി നമ്മളിത് തണുക്കാൻ വെക്കണം. 24 മണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മള് ഒരു തുണിയിൽ പിഴിഞ്ഞ് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കുക. ഇപ്പൊ ഒരു 6 മാസത്തിൽ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളുടെ ഇത് തിളച്ച് കറക്റ്റ് നമ്മൾ വെച്ച അളവിനേക്കാളും പകുതി അല്ലെ, പകുതി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിപ്പോ തണുക്കാൻ വെക്കണം കേട്ടോ. ഇതിപ്പോ രാത്രിയാണ് നമ്മൾ ആക്കണമെന്ന് വെച്ചാല് പിറ്റേ ദിവസം കാലത്താണ് നമ്മൾ ഇത് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കാലത്താണെങ്കിൽ വൈകുന്നേരം മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. അത്ര ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് അരിക്കണം അല്ലെ. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞരിക്കണം. ഒരു തുണിയിൽ കെട്ടി നന്നായിട്ട് അതിന്റെ എസൻസ് ഒക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് വരാൻ വേണ്ടി ഞെരടി പിഴിഞ്ഞ് അരിച്ച് കുപ്പിയിലായിട്ട് ടൈറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇപ്പൊ നമുക്ക് ഇതങ്ങനെ തണുപ്പിച്ച് കാണിക്കാൻ നേരമില്ല. മോള് നാളെ ക്ലാസ്സിൽ പോവാണ്. ഇന്നിപ്പോ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇത്രയും നേരം നിന്ന് ഇതൊക്കെ പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ചെയ്യുന്നവര് തണുത്തതിന് ശേഷം ഞെരടി പിഴിഞ്ഞ് അരിച്ച് കുപ്പിയിലായിട്ട് സൂക്ഷിക്കുക. ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു അളവുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മോള് പറയും, പക്ഷെ ഇത് കറക്റ്റ് ആക്കിയിട്ട് ആക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഇനി ഇത് ഡൈലൂട്ട് ചെയ്യുന്ന ഒരു കണക്കുണ്ടല്ലോ അല്ലെ. 2 ലിറ്റർ 200 ലിറ്റർ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് തെളിക്കേണ്ടത്. അതായത് നമുക്കിതിപ്പോ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് 2 ലിറ്റർ ആണെങ്കിൽ 200 ലിറ്റർ വെള്ളം. അപ്പൊ അഥവാ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 100 ലിറ്റർ വെള്ളത്തില് അത്രയും ഡൈലൂട്ട് ചെയ്യണം. ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഏതൊക്കെ കീടങ്ങൾക്കെതിരെയാണ് നമ്മളിത്? തണ്ടുതുരപ്പൻ, ഇലച്ചുരുട്ടിപ്പുഴു അങ്ങനെയുള്ള കീടങ്ങൾക്കെതിരെയാണ്. അതായത് ഇപ്പൊ പൊതുവേ ഉണ്ടാവുന്നത്, അതായത് നമുക്ക് വെണ്ടകൃഷി ഇപ്പൊ നമുക്ക് ഓണത്തിന് എല്ലാവരും ധാരാളമായിട്ട് ചെയ്യുന്നതാണ് വെണ്ടകൃഷി അല്ലെ. അപ്പൊ വെണ്ടകൃഷിയിൽ മെയിൻ വില്ലൻ വരുന്നത് ഈ തണ്ടുതുരപ്പുഴും ഇലച്ചുരുട്ടിപ്പുഴും. വഴുതനങ്ങയിലും ആണെങ്കിലും അതെ. അപ്പൊ അതിനെ നിശേഷം ഓടിക്കുക. അതുപോലെ പയറ് നമുക്ക് ഇല്ലാത്ത ഓണത്തിന് പയറുപ്പേരില്ലാത്തൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പയർ ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണം, പക്ഷെ പയർ പ്രത്യേകിച്ച് ഉണ്ടാക്കുക. അപ്പൊ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യുക അല്ലെ.
എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. 6 മാസത്തോളം നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 1 ലിറ്റർ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ 100 അല്ലെ 100 ലിറ്റർ വെള്ളത്തിൽ അത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ആക്കാനായിട്ട്. ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ അസ്ത്രത്തിന്റെ പേര് ഒന്നും കൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോളൂ. ഇത് അഗ്ന്യാസ്ത്രയാണ്. പേര് പോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ പുഴുക്കളൊന്നും നിശേഷം മാറും. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ മറ്റൊരു അസ്ത്രമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.